എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പൊങ്ങൽ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ശർക്കര പൊങ്ങൽ. പൊങ്ങൽ ടൈമിൽ തമിഴ്നാട്ടിലെ എല്ലാ വീടുകളിലും ചെയ്യുന്നൊരു റെസിപ്പിയാണിത്. പൊങ്ങൽ രണ്ട് വിധമുണ്ട്, ശർക്കര പൊങ്ങലും വെൺപൊങ്ങലും. വെൺപൊങ്ങലിൻ്റെ റെസിപ്പി ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കാണണേ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ശർക്കര പൊങ്ങൽ ചെയ്യാൻ വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി 1 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പുമാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് ആദ്യം ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച പച്ചരി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇത് മൂടി വെക്കാം. ഇത് 3 വിസിൽ വരണം, അപ്പോഴാണ് നല്ലവണ്ണം ഒന്ന് വെന്ത് വരുള്ളൂ. 3 വിസിൽ വന്നു കഴിഞ്ഞു. ഇത് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്ക് വെള്ളം ഒരുക്കിയെടുക്കാം. അതിനുവേണ്ടി 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പച്ചരിക്കും 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പിനും കൂടി 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇത് വെല്ലം പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല. നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. വെള്ളം നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലോണം ആറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് ഉരുക്കി വെച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. കൂടെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ശർക്കര പൊങ്ങൽ റെഡി ആയിട്ടുണ്ട്. പൊങ്ങൽ ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇതിപ്പോൾ ശരിയായ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 12 കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശർക്കര പൊങ്ങൽ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.